ഫിസിക്കൽ മെഷർമെന്റ് ഇന്റർവ്യൂ സാധാരണ യൂണിഫോം പോസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ AMVയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ പോലീസിന് 8ൽ 5 ടെസ്റ്റ് പാസ്സാവണം, ഓട്ടം, ചാട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അങ്ങനത്തെ ഇതുണ്ട്. നമുക്ക് AMVക്ക് അതില്ല. അതായിരുന്നു ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഉള്ളത് ചെസ്റ്റ്, നമ്മുടെ ഹൈറ്റ് ഇത്ര സെന്റിമീറ്റർ വേണമെന്നുണ്ട്, ചെസ്റ്റ് മെഷർമെന്റ്, പിന്നെ വിഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് PSC ഓഫീസിൽ ചെല്ലുന്നു, അവര് മെഷർമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെസ്റ്റ് എക്സ്പാൻഷനിൽ ഫസ്റ്റ് ടൈം പാസ്സാവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുത്താൽ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് PSC മെമ്പറിന്റെ സാന്നിധ്യത്തിൽ അത് ഒന്നുകൂടെ ചെയ്യും. അപ്പോഴും ഫെയിൽ ആവുകയാണെങ്കിലേ പോകത്തുള്ളൂ. അത് നമുക്കറിയാലോ, നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കിയിട്ട് ഹൈറ്റ് മെഷർ ചെയ്തിട്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ രണ്ടാമത് ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 3 മെമ്പർ അല്ലെങ്കിൽ 4 മെമ്പർ ഉള്ള ഒരു ബോർഡായിരിക്കും നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരാള് ഒരു കോളേജ് പ്രൊഫസർ ആയിരിക്കും, അതായത് നമ്മുടെ സബ്ജക്ട് എക്സ്പെർട്ട് ആയിരിക്കും. പിന്നെ ഒരാള് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു RTO റാങ്ക് അല്ലെങ്കിൽ ജോയിന്റ് RTO ആ ഒരു റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. പിന്നെ ഒരാള് ബോർഡ് മെമ്പർ ആയിരിക്കും, ബോർഡ് മെമ്പർ. ഇവർ 3 പേരും 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള സാറ് ചോദിക്കുന്നത് നമ്മുടെ ഈ സിലബസിനകത്തുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമൊബൈലിന്റെ നമ്മുടെ സബ്ജക്ട് നോളജ് ആയിരിക്കും ചോദിക്കുന്നത്. മറ്റേ PSC ബോർഡ് മെമ്പർ ചോദിക്കുന്നത് നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് നിയമങ്ങളെ പറ്റിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോ അന്ന് ഇന്റർവ്യൂവിന് ചെന്ന് കയറി ആദ്യം ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എന്നുള്ളതാണ്. അത് 780 മെഗാവാട്ട് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയായിരുന്നു. പക്ഷെ ആ ചെന്ന് കയറി ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഞാൻ പറഞ്ഞു അറിയില്ല സാർ എന്ന്. അപ്പോൾ ഓക്കെ, അറിഞ്ഞൂടാത്ത കാര്യം നമ്മൾ അറിഞ്ഞൂടാന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞായിരുന്നു. ഇപ്പോ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു 80% ചോദ്യങ്ങൾ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ സിലബസിനകത്തുള്ളതായിരിക്കും. അതായത് സബ്ജക്റ്റും കിട്ടും, സ്പെഷ്യൽ ടോപ്പിക്കും കിട്ടും. പിന്നെ ഒരു 20% നമുക്ക് ലക്കാണ്, അതൊന്നും പറയത്തില്ല. ഇന്റർവ്യൂവിന് 20 മാർക്കാണുള്ളത്.